ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ റെഡിയായൊക്കെ കഴിഞ്ഞ് കൈ തൊപ്പിയൊക്കെ പിടിച്ച് ഞാൻ റിച്ചുമായിട്ട് അമ്പലത്തിലോട്ട് നടക്കുവാണ്. അപ്പോൾ ഏത് അമ്പലത്തിലാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. കൃഷ്ണനെ കാണാം. 1-ാം തീയതി കഴിഞ്ഞുള്ള ആദ്യത്തെ വ്യാഴാഴ്ച കൊണ്ട് കൃഷ്ണനെ പോയി കണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ റിച്ചുമായിട്ട് പോയി അമ്പലമൊക്കെ എത്തി. പിന്നെ കൃഷ്ണനെ കാണാൻ ചെല്ലുമ്പോൾ കയ്യും വീശി കയറുന്നത് മോശമല്ല. അതുകൊണ്ട് കൃഷ്ണന് വേണ്ടി എണ്ണയും കർപ്പൂരവും ഒക്കെ വാങ്ങി. പക്ഷേ എനിക്ക് വെണ്ണ വാങ്ങിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ സമയം കഴിഞ്ഞതുകൊണ്ട് അത് നമുക്ക് പൂജിച്ച് തരത്തില്ല. പിന്നെ ഞാൻ എന്തു ആവട്ടെന്നത് എണ്ണയും കർപ്പൂരം വാങ്ങിക്കൊണ്ട് കയറി കുറച്ച് നേരം മാറി കളത്തട്ടിലിരുന്നു. കാരണം ഇവിടെ ഇരിക്കുന്നതിൻ്റെ വൈബ് വേറൊന്ന് തന്നെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഇരുന്നവർക്കൊക്കെ മനസ്സിലാവും. ആ ചെറിയ തണുത്ത കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് നടന്നപ്പോൾ നമ്മുടെ കാളക്കുട്ടനെ കണ്ടു. അകത്തൊക്കെ കയറി തൊഴുത് പിന്നെ ചന്ദനമൊക്കെ റിച്ചുവിനും ഇട്ട് കൊടുത്ത് ഞാനും ഇട്ട്. നോക്കിക്ക് അമ്പലത്തിൽ ഇന്ന് എന്ത് തിരക്കാണെന്ന്. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം തൃപ്പക തൊഴാനുള്ള ആൾക്കാരാണ് കേട്ടോ. 1-ാം തീയതി അങ്ങനെ കുറച്ച് നേരം കൂടി അമ്പലത്തിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് പോരുന്ന കുറച്ച് നേരം അവിടെ മാറി ഇരിക്കണം. കാരണം അല്ലെങ്കിലും എനിക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വരുന്നത് വീട്ടിൽ വരുന്ന അത്ര ഇഷ്ടമല്ല. കാരണം അവിടെ കുറേ സമയം ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ മനസ്സിലെ കാര്യങ്ങളോ എന്തൊരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി മനസ്സ് ഭയങ്കര ശാന്തമാവും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്പലത്തിൽ പോയി ഇരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ റിച്ചുവിന് കളിപ്പാട്ടം വേണമെന്ന് ഒരേ നിർബന്ധം. അവൻ അത് വാങ്ങിക്കൊണ്ടേ വരത്തുള്ളൂ. വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇങ്ങോട്ട് നടന്നു വന്നത് കൊണ്ട് റിച്ചുവിന് അങ്ങോട്ടും അടക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ഓട്ടോ വിളിച്ച് നമ്മൾ വീട്ടിൽ പോയി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ടാറ്റാ.